ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അധികം വലുതുമല്ല പൊടിയുമല്ലാത്ത സൈസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതാണ് അച്ചാറിടാൻ പറ്റിയ ഉണക്ക ചെമ്മീനിൽ അച്ചാറിടാൻ പറ്റിയ സൈസ്. ഇതിലാണ് ഈ ഉണക്ക ചെമ്മീൻ അച്ചാറിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് 4-5 വെള്ളം നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണും അതിൻ്റെ അഴുക്ക് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഉറ്റാലിനകത്ത് അത് നമ്മൾ അതായത് ഹോളുള്ള പാത്രത്തിനകത്ത് നമ്മളത് ഊറ്റി വെച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഇത് നമ്മൾ കഴുകി വൃത്തിയായി വരുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് അങ്ങ് കുതിർന്ന് വരും. അപ്പോൾ ശകലം ഒന്ന് കുതിരണം. എന്നിട്ട് അതിന് നമ്മൾ ഊറ്റി നന്നായി നമ്മൾ മാറ്റിയെടുത്ത് വെക്കുക. എന്നിട്ട് അത് ഇനി എങ്ങനെയാണ് നമ്മളത് അച്ചാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണണ്ടേ. ബാ. അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ അച്ചാറിന് ആവശ്യമായ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് എന്നുള്ളത് നമുക്കത് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്കും അത് അറിയണ്ടേ. അപ്പോഴത് ഞാനത് പറഞ്ഞു തരാം. അതായത് ചെമ്മീന് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, പച്ചമുളക്, വിനാഗർ, കറിവേപ്പില, എണ്ണ. അപ്പോഴിത് ചെമ്മീൻ അച്ചാറിടുന്നത് നല്ലെണ്ണയിലോ അങ്ങനെയൊന്നുമല്ല, വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഇടുന്നത്. നല്ലെണ്ണയിലിട്ട് വയ്ക്കത്തില്ല, വെളിച്ചെണ്ണയിലാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അധികമൊന്നും നമ്മളങ്ങനെ വെച്ചിരിക്കത്തില്ലല്ലോ, ഒരുപാട് നാൾ അങ്ങനെ വെച്ചിരിക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് ഏറിയെന്ന് ഒരു 15 ദിവസം ഇല്ലെങ്കിൽ തോനെയുണ്ടെന്നുണ്ടെങ്കിൽ 1 മാസം അത്രയ്ക്കല്ലേ വരത്തുള്ളൂ. അതൊന്നും വരത്തില്ല, ഒരു വീടുകളിലും അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോഴിതിന് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതൊന്ന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ബാ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഗ്യാസ് കത്തിക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മതിയാകും. ചെമ്മീൻ അച്ചാറ്, ഉണക്ക ചെമ്മീൻ അച്ചാറ് ഞാനിവിടെ അച്ചാറിടാൻ പോവുകയാണ്. എല്ലാവരും കാണുക, എല്ലാവരും കണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. നല്ല ടേസ്റ്റും നല്ല ഭംഗിയും നല്ല ടേസ്റ്റോടുകൂടി നല്ല രുചിയോടുകൂടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണ്, അത് നമുക്കതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യമനുസരണം നമുക്കത് ഇടാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചതാണ്. ഇനി നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. നല്ല അച്ചാറാണ് ചെമ്മീൻ അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി അതിനെ ഒന്ന് ശകലം ഒന്ന് നിറം ഒന്ന് മാറി നല്ല ഒരു മൂത്ത ഒരു അതിൽ വരണം. നല്ല മണം വരുന്നുണ്ട്, അടിപൊളി മണം. എല്ലാവരും ഇതുപോലെ ചെയ്യുക. ചെമ്മീൻ അച്ചാറ്, അതായത് ഉണക്ക ചെമ്മീൻ വാങ്ങിച്ച് അതിനെ പാറ്റി പറക്കി നന്നായി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 4-5 പ്രാവശ്യം അത് കഴുകി നന്നായി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതൊരു ചുമന്ന നിറത്തിലൊക്കെ കുറച്ച് അഴുക്കുകൾ പോകും.
അത് നല്ല വൃത്തിയായി വന്നതിന് ശേഷം അത് നമ്മളൊരു ഊറ്റുകുട്ടയിലേക്ക് അത് ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് അത് കുതിർക്കും. അതൊന്ന് ശകലം കുതിർത്ത് വരണം, അതായത് കൊവുന്ന് വരണം. പല സ്ഥലത്തും പല പേരാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം അതിന് നമ്മൾ അച്ചാറിടുകയാണ്. അല്ല, ഉണക്ക ചെമ്മീൻ എന്ന് പറയുമ്പോൾ ആ ഉണക്ക അത് കുതിരാതിരുന്നാൽ അത് പിന്നെ അതായത് ഉണക്ക ചെമ്മീൻ ഇല്ല മുറത്തിൽ നമ്മൾ ഇടുമ്പോഴത്തേക്കില്ല കിലുകിലാക്കില്ല അതുപോലെ ഇരിക്കും. അങ്ങനെ അച്ചാറിട്ട കൊള്ളത്തില്ല. ഇങ്ങനെ തന്നെ അച്ചാറിടണം, ഈ അച്ചാറിടേണ്ടതാണ്. അപ്പോഴതിന് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, മുളക് പിന്നെ നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, വിനാഗിരി, ഉപ്പ്, ഇത്രയും ചേർത്ത് ഞങ്ങളിത് നന്നാക്കി അച്ചാറിട്ട് എടുക്കുക. അപ്പം മുളക് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് പിരിയൻ മുളകല്ല, നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല കൂടിയ മുളകാണ്. മാവേലി സ്റ്റോറിലെ മുളകോ അങ്ങനെയൊന്നുമല്ല, നല്ല മുളകാണ്. ചെമ്മീൻ അച്ചാറിനൊക്കെ ഞാൻ പല സൈസ് അച്ചാറിന് പലതരം മുളകാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല മുളകാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവൊക്കെ വേണമെങ്കിൽ അത് കൊള്ളാവൂ. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഇടാം. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിച്ചത്, മഞ്ഞളാണ് പൊടിച്ചത്, നല്ല കാരമുള്ളതാണ്. ഉലുവാപ്പൊടി, കുരുമുളക് പൊടി 1/2 സ്പൂൺ കൂടുതൽ ഇട്ടിട്ടുണ്ട്. കായപ്പൊടി ആവശ്യത്തിന്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്, തീ ഇട്ടിട്ടില്ല. കാരണം തീ ഇട്ടാൽ അത് അമിതമായിട്ട് അത് കരിഞ്ഞു പോകും. നല്ലൊരു കളറും നല്ലൊരു മണവും എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് കത്തിക്കാം. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. ശരിക്കും വേണ്ട, കുറച്ച് മതി. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാവുന്നതാണ്. ചെമ്മീനാണ്, ഉണക്ക ചെമ്മീൻ അച്ചാറാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്കിത് യോജിപ്പിക്കാം. എന്ത് നല്ല മണം വരുന്നത്, തെറ്റു മണം. അടിപൊളി മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ് വരുന്നത്. നന്നായിട്ട് അതിൻ്റെ എണ്ണയും അതിൻ്റെ വിനാഗിരി അതിൻ്റെ ചാറെല്ലാം ശകലം വെള്ളം ഇതിനകത്ത് കാണും, കുതിർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഊറ്റിയാലും അതിനകത്ത് കാണിച്ചതിലും വെള്ളം, അത് കുഴപ്പമില്ല. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി മറിച്ച് അത് നല്ല സെറ്റാക്കി എടുത്താൽ മതി.
ഉണക്ക ചെമ്മീൻ അച്ചാറെല്ലാം ഗൾഫിലേക്കെല്ലാം ഓർഡർ തന്ന് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓരോന്നും ആവശ്യപ്പെടുമ്പോൾ ഓണമായിട്ടൊക്കെ കുറേയൊക്കെ ഓർഡറുകളുണ്ട്. നല്ല മണം, നല്ല അടിപൊളി സെറ്റ് മണം, എന്തെല്ലാം മണം. നന്നായിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ ഒരു 10 മിനിറ്റോളം ഇതിൽ തന്നെ ഇങ്ങനെ കിടന്ന് നന്നായി അതിൻ്റെ ഇതെല്ലാം ഇറങ്ങി സെറ്റായി അതിലേക്ക് എരിവെല്ലാം പിടിച്ച്. കാരണം കുരുമുളക് 1 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവെല്ലാം ഇതിനകത്തുനിന്ന് മുളക് പൊടി എല്ലാം ആവശ്യത്തിന് ഇത് ഉള്ളൂ. കാരണം ഇത് കാണുമ്പോൾ തന്നെ എനിക്കിത് അറിയാൻ പറ്റും, അമിതമായിട്ടൊന്നുമില്ല. ഇത് ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകൂടി പറയാം: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, ഉപ്പ്, വിനാഗിരി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഇതെല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് ഒരു ചെമ്മീൻ അച്ചാർ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ അച്ചാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പാട്ടും പാചകത്തിലേക്ക് എല്ലാവരും വരിക. എല്ലാവരും ഭക്ഷണം ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ, ഉണക്ക ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഹായ്, ഹലോ, എൻ്റെ ഉണക്ക ചെമ്മീൻ അച്ചാറാണിത്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇതെല്ലാവരും ഇട്ട് കഴിക്കണം, എല്ലാവർക്കും കൊടുക്കണം. അതുപോലെ അടിപൊളി സെറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും പോയോ? ഇതെങ്ങനെയുണ്ടെന്ന് ഇത്രയും വേണ്ട, കുറച്ച് മതി. നോക്കാം. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി, സൂപ്പർ സാധനം. അപ്പോൾ ഇതെല്ലാവരും ഈ അച്ചാറിട്ട് കഴിക്കുക. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.